ഏട്ടാ ഒന്ന് കുക്കർ ഓഫ് ചെയ്യ്. കുക്കറോ? നീ ഒന്ന് ഓഫാക്ക്. ഒന്ന് ചെന്ന് ഓഫ് ആക്കുതിന് ഏട്ടാ. നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ. എനിക്ക് കുറെ ഒന്ന് അടിച്ചു വരാനുണ്ട്. അമ്മ വന്നിട്ടുണ്ട് മേലെ അടിക്കണം. ഒന്ന് പോ. അല്ല, നീ എന്താ അടുക്കള ചെയ്യുന്നത്? ഏ ഞാനിവിടെ കുറച്ച് വെള്ളം എടുക്കാൻ വന്നമ്മേ. അതിന് വെള്ളം ഇവിടെയല്ലേ മോനെ, അപ്പുറത്തെ അടുക്കളയിലല്ലേ. അമ്മ എടുത്ത് തരുന്ന. വേണ്ടമ്മേ, ഞാൻ എടുത്തോളാം. ആ, ഞാൻ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാൻ വന്നതാ. സോപ്പൊടി എടുക്കട്ടെ. നാണക്കേട്. ഇനിയിപ്പോ അമ്മ വിചാരിച്ചാണോ ഞാനിവിടെ അടുക്കള പണി എടുക്കാൻ വന്നതാണ്? ഉണ്ടാവില്ല. ഇതിലേട്ടാ സ്റ്റവ് ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തു. ഞാനൊന്ന് മേലെ അടിച്ചു വാരിട്ട് വരാം കേട്ടോ. പിന്നെ കുക്കറിലെ സ്റ്റീം പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോറ് വാർക്കണം. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാ. അന്ന് അടുപ്പത്ത് വെക്കണേ. ഞാനോ? ഇതൊക്കെ ഞാനും ചെയ്യേണ്ടത്? അതിനൊന്നും തിന്നുവേട്ടാ, ഇത് ഇത്ര വലിയ പണിയാ? ഒന്നുമില്ല. ആ ബീൻസിലെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് അടുപ്പത്ത് വെക്കണം, സ്റ്റവ് കത്തിച്ചിട്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിടണം, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ 2 പച്ചമുളകും കീറിട്ടോ. അത്രേ ഉള്ളൂ. നീ പോയിക്കോ, ഞാൻ ചെയ്യാം. പിന്നെ ചോറ് വാർക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ ചെയ്തോളാം, നീ പോയിക്കോ. എന്തൊക്കെ ഡിമാൻഡ് ആവട്ടെ. ചോറ് വാർക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോഴത്തേനെ അവള് സിറ്റുവേഷൻ വഷളാക്ക്. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം. ഇത് ശരിയാവില്ല. ചോറ് വാർത്തില്ലേ? അത് പരിപാടിയാ. അയ്യോ, ബീൻസും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. ഒന്ന് അടുപ്പത്ത് എടുത്ത് വെച്ചൂടെ? അത് ശരി, ഇവിടെ നിന്ന് ഉറങ്ങ. ദിനുവേട്ടാ, ദിനുവേട്ടാ, ഒന്ന് എഴുന്നേറ്റെ. ദിനുവേട്ട എന്ത് പണിയാണ് ചെയ്തേ? ചോറ് വാർക്കാൻ പറഞ്ഞാൽ അത് ചെയ്തില്ല, ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ പറഞ്ഞാൽ അതും ചെയ്തില്ല. എന്നിട്ട് ഇവിടെ ഒന്ന് കിടന്നുറങ്ങാ. എന്നാ എന്നോടൊന്ന് പറയണ്ടേ ഇത്? നീ എന്നോട് കുട്ടികളോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നു. നീ ഞാൻ തമ്മിലേ 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ ഒരു ബഹുമാനത്തോടെ വേണം നീ എന്നോട് എപ്പോഴും സംസാരിക്കാൻ. അത് ശരി, 12 വയസ്സിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഫുഡൊന്നും കഴിക്കില്ല? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആ പണി നിർത്തിട്ട് വരുമായിരുന്നല്ലോ. നിങ്ങൾ അടുക്കളയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടിച്ച് തുടച്ച് ഇത്ര നേരം ഓരോരോ പണിയെടുത്ത് നിന്നത്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാക്കണ്ടേ നീ? എടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇമാതിരി പരിപാടിക്കൊന്നും എന്നെ വിളിക്കാൻ നിൽക്കരുത്. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അമ്മയും അച്ഛനൊക്കെ അല്ലേ. ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി എന്ന് പറഞ്ഞാലേ അവരെന്താ വിചാരിക്കുക? എനിക്ക് നാണക്കേടാണ്. എന്തിന് നാണക്കേട്? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും അടുക്കളയിൽ കയറി സഹായിക്കാറൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഫുഡ് ഉണ്ടാക്കണേ? എടോ, അതൊക്കെ സിനിമയില്. റിയൽ ലൈഫിൽ ഇതൊക്കെ പോസിബിൾ ആണ്. നീ ഇതാ കുറെ സിനിമയും കണ്ടിട്ടേ അതേപോലെ നമുക്ക് ലൈഫ് വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കുറച്ചൊക്കെ മെച്യൂരിറ്റി കാണിക്കും. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ഏട്ടനോട് പറഞ്ഞതാ ഉപ്പേരി ഒന്ന് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിട്ട്. അതൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഒന്ന് കിടക്കുന്നു. ഞാൻ ചോദിച്ചോ പറയാ, സിനിമയിലാണത്രേ ഈ ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറുന്നത്. അതെന്താ മോളെ നീ അങ്ങനെ ചെയ്തത്? ഞാൻ ചോദിച്ചപ്പോ എന്താ അറിയോ മോളെ പറഞ്ഞത്? വെള്ളം കുടിക്കാൻ മന്താണെന്ന്. നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ചെയ്യില്ലേ? അതിനെങ്ങനെ? ഏട്ടൻ മനസ്സിലുള്ള കാര്യങ്ങൾ വായ തുറന്ന് സംസാരിക്കണ്ടേ? എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയണം ഒന്ന് റിപ്ലൈ കിട്ടാൻ വേണ്ടിട്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കുറ്റം പറയാൻ വേണ്ടി വന്നതാണോ? അമ്മ ഒന്ന് പോയിക്കോ ഇവിടുന്ന്. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. നീ ഇങ്ങോട്ട് വാ മോളെ, അമ്മ കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് വൃത്തിയാക്കുക. എന്ത് ചെയ്യാ?
നീ എന്തേ കാണിക്കുന്നത്? അങ്ങോട്ട് മാറിയിരിക്കേ. എന്തിനാ ഞാനിവിടെ ഇരിക്കും. എടി ഞാനൊരു വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, അങ്ങോട്ട് മാറിയിരുന്ന നീ. എന്താ ചെയ്യാനും ഞാനും കൂടി കാണട്ടെ. എടാ നിനക്ക് കാണണമെങ്കിൽ അവിടെ മാറി ഇരുന്നിട്ട് കണ്ട പോരെ. എന്ന് നമ്മുടെ ബെഡ്റൂമാണ്, നമ്മൾ രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ. അച്ഛനമ്മയ്ക്കില്ലേ? നമ്മളിങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക? അങ്ങോട്ട് മാറിയിരിക്കേ. ഇന്ന് ഞായറാഴ്ച ഇന്നും വർക്ക് ചെയ്യാ. അതിനിപ്പോ എന്താണ്, ഒരു വർക്കല്ലേ, കംപ്ലീറ്റ് ചെയ്യണ്ടേ? ആയിക്കോട്ടെ, പക്ഷെ കുറച്ചു നേരമെങ്കിലും സംസാരിച്ചിരിക്കാലോ. നീ എന്താ ഇങ്ങനെ? നമ്മളൊന്ന് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ? ഫ്രീ ആയിട്ടിരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവില്ല പോയി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ചായ എടുത്തോണ്ട്. അവളവിടെ ഇരിക്കട്ടെ മോനെ, ഇത്ര നേരം ഓരോരോ പണിയെടുത്തതാ. ചായ ഞാൻ ഉണ്ടായിക്കൊണ്ടുവരാം. എന്താ പഴവും കൊഴിക്കൊണ്ടുവരാം കേട്ടാ. ആമേ, അവള് പറയും ശരി തന്നെയല്ലേ. ഇത്രയും ദിവസം വർക്ക് ചെയ്തല്ലേ മോനെ, ഞായറാഴ്ച ഒന്ന് അവളുടെ ഒപ്പം ഇരിക്കേ. അന്ന് നീ കമ്പ്യൂട്ടർ എടുത്ത് കണ്ടിരുന്നാലോ. ആ എന്നാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ വർക്ക് തീർത്ത. എന്തായാലും മോൾ അവിടെ ഇരുന്നോ, ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടുവരാം. ഇപ്പൊ നിനക്ക് സമാധാനമായോ? നമ്മൾ പറഞ്ഞു മുഴുവൻ അമ്മ കേട്ടു. മനുഷ്യനെ മാനം കിട്ടാൻ വേണ്ടിട്ട്. എടി നിന്റെ ഗോഷ്ടി കാണിക്കാനുള്ള സ്ഥലം എന്നിട്ട് പോയിക്കോ അവിടെ. എനിക്കെന്റെ വർക്ക് ചെയ്യണം, വെറുതെ ശല്യം ചെയ്യാൻ വേണ്ടിട്ട്. അടുത്തിരുന്ന് സംസാരിക്കണം. ഹലോ, അത് ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. മെയിലൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ്. അതിനകത്ത് ഒരു തേർഡ് ഫയലിൻ്റെ നമ്പർ എനിക്കൊന്ന് 102 ആണെന്ന് തോന്നുന്നു. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അതിലെല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ താഴെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ തന്നെ വേണം, മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഞാൻ തരും. അത് കഴിഞ്ഞിട്ടേ എനിക്കത് മെയിലേ ഒന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്യണേ. ശരി. ഇവന്മാരെയും കൊണ്ട് ഞാൻ തോറ്റ്. ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 കംപ്ലൈൻറ്റും 200 മിസ്റ്റേക്കും. നല്ല വെതർ അല്ലേ? ആണോ? ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്ന? ഒരു വർക്ക് കൊടുത്തിട്ടേ 2 ദിവസമായി, ഇതുവരെ തീർത്തിട്ടില്ല. നല്ല വർക്ക് പ്രഷർ ഉണ്ടല്ലേ. നമുക്ക് കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നാലോ? മാറി നിൽക്കാനോ? എന്തിന്? വർക്ക് ചെയ്യണമെങ്ങനെ ജീവിക്കുക? മാറി നിൽക്കാണെങ്കിൽ ഓഫീസിലെ സ്റ്റാഫ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പിന്നെ മാറിയും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ലല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും എവിടേക്കും പോയിട്ടില്ല. ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോയാലോ? മൂന്നാറോ കൊടൈക്കനാലോ അങ്ങനെ എവിടേക്കെങ്കിലും. ഔട്ടിങ്ങിനോ? നമ്മളെന്താ സ്കൂൾ കുട്ടികളോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഹണിമൂണൊക്കെ പോകാറുണ്ട് ആൾക്കാര്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാശ്മീരിലൊക്കെയാ പോയത്. അത്രയും ദൂരം ഒന്നും പറഞ്ഞില്ലല്ലോ. കാശ്മീരോ? എടി അതൊക്കെ വെറും ഷോ ഓഫ്. കല്യാണം കഴിയുമ്പോഴേ പയ്യന്മാര് പെൺകുട്ടികളുടെ ഫ്രണ്ടിലൊന്ന് ആളാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്ക് ഇങ്ങനെ അവരെയും കൊണ്ട് പോകും, വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വെറും ബോറം പരിപാടി. വിവരമുള്ളവന്മാര് പോവോ? ഇല്ല, വിവരമില്ലാത്തവന്മാരാ ഭാര്യമാരെയും കൊണ്ട് കറങ്ങാൻ പോകുന്നത്. അതിനൊക്കെ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആണ് ഭർത്താക്കന്മാര്. ഒന്നും അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നും. നീ തന്നെ തരം താഴ്ത്താൻ വേണ്ടി വന്ന? എടി റൊമാൻസും കളിച്ചിട്ടേ കുടുംബം നോക്കാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമൊന്നുമില്ല. ഇവിടെ 24 മണിക്കൂറും പണിയെടുക്കുന്നതുകൊണ്ടാണ് കുടുംബം നന്നായിട്ട് നടന്നു വന്നത്. ഓരോ ഭാര്യമാരുടെ പരാതി എന്താണെന്നറിയോ? അവരുടെ ഭർത്താക്കന്മാര് കുടുംബം നോക്കാണ്ട് ലോകം ഇങ്ങനെ കറങ്ങി നടക്കാന്ന്. ഇവിടെ നീയോ, ഞാൻ കുടുംബവും നോക്കണ്ട ജോലിയും കളഞ്ഞിട്ട് നിന്നെയും കൂട്ടിയിട്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണെന്ന്. ഇതൊക്കെ എവിടെ നടക്കുന്നു വിചാരിച്ചിട്ടാ? കറങ്ങി നടക്കണെന്ന്. കുറച്ച് മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ എവിടെയുള്ള? സിനിമയ്ക്ക് വന്നിക്ക? നിന്നെ എപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണല്ലോ. ഒന്നില് സിനിമയ്ക്ക് വന്നിക്കായിരിക്കും, അല്ലെങ്കിൽ വല്ല റിസോർട്ടിലായിരിക്കും, അല്ലെങ്കിൽ വല്ല പാർട്ടിക്കും പോയിട്ടുണ്ടാവും. നീ നിന്റെ ഹസ്ബൻഡും ഫുൾ ടൈം ഇങ്ങനെയാണോ? നല്ല വൈബല്ലേ മൂപ്പര്? അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലോടോ, എല്ലാവർക്കും ഒന്നും കിട്ടൂല. ഇവിടെയോ നല്ല കാര്യം. സിനിമയ്ക്ക് പോകണമെന്നും കൂടി പറഞ്ഞു ചെന്നാ മതി. ഇവിടെ മൂപ്പർക്ക് അതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കറിയില്ല എന്താ ചെയ്യാന്ന്. ഇവിടുത്തെ അമ്മ കുറച്ച് നല്ലതാ, അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കണതേ ഉള്ളൂ. ഇല്ലടോ, അടുത്തിരുന്നൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ടേ? ഒന്നുകിൽ എന്നെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യം. എനിക്ക് അറിയില്ലടോ എന്താ ചെയ്യാന്നുള്ളത്. ഒരുമാതിരി ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ഒന്നിലും താല്പര്യം, എവിടേക്കും കൊണ്ടുപോകില്ല. സത്യം പറഞ്ഞാൽ മടുത്തു പോയി. വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ഛനും അമ്മേനോട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്താന്നറിയാം പറയുന്നത്?
അയ്യോ മരുമോന് ഭയങ്കര മെച്യൂരിറ്റി ആണല്ലോ, എത്ര നന്നായിട്ട് അവര് പെരുമാറുന്നത്. ഒരുമാതിരി എൻ്റെ അച്ഛനൊക്കെ എന്നെ കെയർ ചെയ്യുന്ന പോലും കെയർ ചെയ്യുന്ന മൂപ്പര് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഫ്രണ്ടിനെ പോലെയും ഒരു നല്ല പാർട്ണറായിട്ടും ഒക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ, അതൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാകുകയില്ല. എന്നാ ശരി, നിങ്ങൾ പോയിട്ട്. നീ ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ ഫ്രണ്ടാ ശരണ്യ. ആഹാ, അത് കൊള്ളാം. ഈ ഫ്രണ്ടിനോടാണോ ഹസ്ബൻഡ് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്? കുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞൊന്നല്ല, കാര്യം തന്നെ പറഞ്ഞു. അവളെ ഹസ്ബൻഡിനെ കൂടി സിനിമയ്ക്ക് പോകാൻ നിൽക്കും. എന്നോട് ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോ? സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റിയ ഒരാളാണല്ലോ ഇവിടെ ഉള്ളത്. കഷ്ടം. ഞാൻ വിചാരിച്ചതേ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല, ആ ഒരു പ്രശ്നം മാത്രമേ നിനക്കുള്ളൂ എന്ന്. ഇപ്പോഴല്ലേ മനസ്സിലാന്നേ നീ ഇത്രയ്ക്ക് ചീപ്പാന്ന്. ഞാനാണ് ഇവിടെ ചീപ്പ്, നിങ്ങൾ വലിയ സംഭവം. കുട്ടിക്കളി മാറിയിട്ടില്ല. നിങ്ങളെ പോലെ പിന്നെ നടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ജീവിക്കാൻ അറിയാത്ത മനുഷ്യൻ. അത് ശരി. അപ്പൊ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കുന്ന ഞാൻ ഇപ്പൊ ഒന്നിനും കൊള്ളാത്തവൻ. എടി, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എല്ലാം ആയോ? എനിക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ഞാൻ വല്ല കള്ളു കുടിക്കുന്നുണ്ടോ? സ്മോക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് നാട്ടിലുള്ള വില എന്താണെന്നറിയോ? നിന്നെ അമ്മേനൊക്കെ ഞാൻ എത്ര റെസ്പെക്ടോടെ കാണുന്നത് നിനക്കറിയോ? എന്നിട്ട് ഞാൻ നിനക്ക് പോരാ അല്ലേ? നീ ആദ്യം ജീവിതം എന്താണെന്ന് മനസ്സിലാക്ക്. നീ സിനിമ കാണുന്ന പോലെ പാട്ടും പാടി ഡാൻസും കളിച്ചിട്ട് ഐസ്ക്രീം കഴിച്ച് നടക്കുന്ന നല്ല ജീവിതം. റിയൽ ലൈഫ് ആകുമ്പോഴേ അതിൽ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കടമകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ തലേൻ്റെ ഉള്ളിൽ വല്ലതും വേണം. അത് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ബോധം ഉണ്ടാക്കാൻ പഠിക്കും ഫസ്റ്റ്, എന്നിട്ട് എന്നോട് സംസാരിക്കും. മോനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്തമ്മേ? ഒന്നിങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. മോനൊന്ന് അരി കഴുകിയിട്ട് ഞാൻ കറിന്റെ കാര്യം നോക്കട്ടെ. വെറുതെ അവിടെ ഇരിക്കുകയല്ലേ. ഞാനോ? അരി കഴുകിയിടാനോ? അമ്മയ്ക്ക് അവളോട് പറഞ്ഞൂടെ, ഇതിന് എന്നോട് പറയുന്നത്? അവൾക്ക് നല്ല വയറുവേദന, പീരിയഡ്സ് ആയിട്ടേ. ഞാൻ പറഞ്ഞു കിടന്നോളെ. ഇതിപ്പോ എല്ലാം എന്നോട് ഒറ്റയ്ക്കാകില്ല മോനെ. മോൻ എന്നെ സഹായിക്കും. അതിനിപ്പോ എന്തമ്മേ, ഒരു അരമണിക്കൂർ ഞാൻ അവള് കഴിഞ്ഞിട്ട് വരില്ലേ, എന്നിട്ട് അവളോട് ചെയ്യാൻ പറയും. അല്ല, സാധാരണ എന്നെ അമ്മ അടുക്കളയിലേക്ക് വിളിക്കാറൊന്നുമില്ലല്ലോ, ഇന്നെന്ത് പറ്റി? ആ കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് അവളോട് പണി പറയാ? ഇപ്പൊ നമ്മൾ രണ്ടാളുണ്ടല്ലോ ഇവിടെ. നീ ഒരു കാര്യം ചെയ്, ആ പാത്രം എടുത്തിട്ടേ കുറച്ച് അരി എടുക്ക്, ബാക്കി ഞാൻ പറഞ്ഞു തരാം. അഞ്ചെട്ട് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകും. എന്നിട്ട് അപ്പുറത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിൽ കൊണ്ട് അരിയിട്. ചോറങ്ങ് തന്നെ ആയിക്കോളും. ന്യൂട്രായിട്ട് എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാലോ അമ്മ. അച്ഛൻ എങ്ങനെയാണെന്ന് അറിയാം മോനെ? നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് എനിക്ക് പീരിയഡ്സ് ആയാലും അറിയില്ല, വയറുവേദന വന്നാലും അറിയില്ല. എത്ര വയ്യെങ്കിലും അടുക്കളയിൽ ചെന്ന് എല്ലാ പണിയും ഞാൻ ചെയ്യണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് എനിക്ക് എന്തുമാത്രം ആഗ്രഹം അറിയാം മോനെ, ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. നിന്റെ അച്ഛൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും സിനിമയ്ക്ക് കൂട്ടിയിട്ട് പോലെ. നിനക്കറിയോ, ഇന്ന് വരെ ഞാനും അച്ഛനും ഒരു സിനിമ പോലും പോയി കണ്ടിട്ടില്ല. സിനിമയ്ക്ക് കൊണ്ടുപോകാത്തത് പോട്ടെ എന്ന് പറയാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരില്ല. ഒരു മുഖത്ത് നോക്കി മര്യാദയ്ക്ക് സംസാരിക്കില്ല. ഇന്ന് ഇവര് ഞാനും അച്ഛനും ചിരിച്ചും കളിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കുന്ന മോനെന്ന് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നോക്ക്, രാവിലെ ചായയും കുടിച്ച് നേരെ പാടത്തേക്ക് പോയി. ഇനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരും. എന്നിട്ട് കുറച്ചു നേരം വന്ന് കിടക്കുക, പേപ്പർ വായിച്ചിരിക്കുക കാണാം. പിന്നെ നേരെ പോകും. പിന്നെ 7 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ ഒരാള് വീട്ടിലുണ്ട് എന്നോ എന്നോട് എന്തെങ്കിലും സംസാരിക്കണം മിണ്ടണം എന്നുള്ളത് ആ വിചാരം മൂപ്പർക്ക് അന്നുമില്ല, ദാ ഇന്നുമില്ല. മോനെ, നിന്നെയൊക്കെ പ്രസവിച്ച് പിന്നെയാണ് എനിക്ക് ചെറിയൊരു സമാധാനം കിട്ടിയത്. കാരണം എനിക്ക് നിന്റെ പുറകെ നടക്കാലോ, നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കും, മൂപ്പന്റെ കാര്യങ്ങൾ നോക്കി നടക്കും. സത്യം പറയാലോ മോനെ, എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഞാനങ്ങ് മറന്നുപോയി. നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് മോനെ നിന്നെ അടുക്കളയിലും കയറ്റിയില്ല, ഒരു പണിയും ചെയ്യിപ്പിക്കാണ്ടിരുന്നത്. നീ നിന്റെ രീതിക്ക് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ഈ ഗതി ആ പെൺകുട്ടിക്ക് വരുത്തരുത്.
വയറുവേദന കുറവുണ്ടാവും. ഇതാ നല്ല ചൂട് ചായ, ഇത് കുടിക്ക്. ഇത് കുടിക്കുമ്പോഴേ നല്ല ആശ്വാസം ഉണ്ടാവും. എന്നാ നീ ഇങ്ങനെ എന്നെ നോക്കണ്ട. എൻ്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ജോലി, എൻ്റെ ജീവിത രീതി. അല്ലാണ്ട് നിനക്കൊരു ലൈഫുണ്ട്, നിനക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നെ കല്യാണം കഴിച്ചോണ്ടേ നീ ഇങ്ങനെ പേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കൊന്നും വേണ്ട. നിനക്ക് എന്തൊക്കെയാണോ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് നമുക്ക് രണ്ടുപേരും കൂടെ ചെയ്യാം. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയല്ലോ. ഒരുപാട് കാലം ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ആർക്കും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഭർത്താക്കന്മാർ ചിലപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും, വേറെ ഒന്നും ഓർക്കില്ല. അവർ ഭാര്യമാരെ അങ്ങോട്ട് മറന്നു പോകും. അവർക്കൊരു ജീവിതം ഉണ്ടെന്നോ അവരിതുപോലെ ഭർത്താവിൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്നോ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴും എനിക്ക് സമാധാനമായി. എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമോ പരിഭവോ ഒന്നും വേണ്ട. ഇതാ ഇപ്പൊ ചായ ഇങ്ങോട്ട് കുടിക്കും. ഞാൻ കുറച്ചു നേരം ഇട്ടിരിക്കാം. നിന്നോട് ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുമ്പോഴേ നിനക്കൊരു ആശ്വാസം ഉണ്ടാവും.